ഹോസ്പിറ്റലിൽ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടു. ഇത്ര നേരം എന്തവസ്ഥയിലാണ് ഞാനിവിടെ ഇരുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് സൂര്യ സാറിനെ കണ്ടേ പറ്റൂ. വാശി കാണിച്ചാൽ അവനെ ഇവിടെ ഇറക്കില്ലെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിക്കും. എനിക്കിഷ്ടമുള്ള അടുത്ത് ഞാൻ അവനങ്ങ് കൊണ്ടുപോകും. അവിടെ വെച്ച് എന്റെ മോനെ നോക്കാൻ എനിക്കറിയാം. എന്താ മേഡം ഈ പറയുന്നത്? നന്ദിനിമോള് പാവമല്ലേ? മക്കാലത്ത് പിടിക്കാൻ വരണ്ട. ഇവിടെ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ ചെകിടത്തടിച്ചു. അതിനുള്ള ശിക്ഷയായിട്ട് കൂട്ടിയാൽ മതി. പിടിച്ചോട്ട് പോടും. അവൻ ഈ വീട്ടിൽ തന്നെ കിടക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോവിടുന്നു. പോടി. ഞാൻ പൊക്കോളാം. അതിന്റെ പേരില് സൂര്യ സാറിനെ ഇവിടെ നൊട്ടത്തേക്കും കൊണ്ടുപോരുത്. ഓ നിങ്ങൾ ഇറക്കിക്കേ. അവൻ എത്ര ദിവസം ആ കിടപ്പ് കിടന്നാലും നീ അവനെ കാണില്ല. മാഡം, അത് എന്റെ ആരാന്ന് മാഡത്തിന് അറിയില്ലേ? നീ ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ തെങ്ങിൻ തോപ്പിൽ പണിയെടുത്തിരുന്ന സുദേവന്റെ മകൾ. അതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനവും പത്മ നിനക്ക് വകവെച്ച് തരില്ല. ദേ, ഇന്നു മുതൽ മുകളിലേക്കുള്ള ഈ സ്റ്റെപ്പ് ചവിട്ടാൻ നിനക്ക് അവകാശമില്ല. നിനക്കേ ദേ അവിടെ ആ അടുക്കളയിൽ അതിനു ചുറ്റും മാത്രം കഴിയാം. ഒരു അടുക്കളക്കാരിക്കേ അതുമാത്രം മതി. നീ എന്താണ് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് കരുതിയത്? സൂര്യ കയ്യിലെടുത്ത് ഞങ്ങളൊക്കെ അങ്ങ് കൈകാര്യം ചെയ്ത് കളയാന്നോ? ഇനി നിന്റെ സങ്കടം ഞങ്ങൾക്കൊന്ന് കാണണം. ആരെയും കൈ ഉയർത്താനുള്ള ചങ്കൂറ്റം ഉണ്ടല്ലോ നിനക്ക്. നിന്നോട് മുകളിലത്തെ നില കയറാൻ പാടില്ലെന്ന് പറഞ്ഞ മമ്മിയുടെ നേരെ കൈ ഉയർത്താൻ ചങ്കൂറ്റുണ്ടെങ്കിൽ നീ കാണിക്കടി. വിജയ് പറഞ്ഞു കേട്ടല്ലോ, മുകളിലത്തെ നിലയിലേക്ക് ഇവളുടെ നിഴല് പോലും കടക്കാൻ പാടില്ല. അതിനെങ്ങനെയും അവള് ശ്രമിച്ച കൈ കിട്ടുന്ന എന്താന്ന് വെച്ചാൽ അതെടുത്ത് കൈകാര്യം ചെയ്യാം നിനക്ക്. ബാക്കി കാര്യം ഞാൻ ഏറ്റു.
പറഞ്ഞത് കേട്ടല്ലോ. ആന്റി ഒരു കാര്യം പറഞ്ഞാൽ ഈ വീട്ടിൽ പിന്നെ അതിനൊരു മാറ്റമില്ല. പിന്നെ അളിയൻ എഴുന്നേറ്റ് വരുമ്പോ ഇതൊക്കെ ചോദിച്ചുകൊള്ളൂ എന്നുള്ള നിന്റെ വിശ്വാസം അതിനെ കുറച്ച് കാലം എടുക്കും. കുറച്ചു കാലം അളിയൻ ഈ കിടപ്പ് തന്നെ കിടക്കും. കേട്ടോടി.